നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? പാരീസിലേക്കാണ് പോകുന്നത്. പാരീസ് അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാ പോണേ? ഇപ്പൊ ഏത് ഷോപ്പിലേക്കാ നമ്മള് പോണേ? നമ്മള് ഷോപ്പിംഗ് പോവാണ്. ഇപ്പൊ എന്താ പിന്നെ നമ്മള് ഡെക്കാത്തലോണും പോണെന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ ചെലപ്പോ പോവുള്ളൂ, ഉറപ്പില്ല. ഇപ്പൊ നമ്മള് മെയിൻ എന്റെ ഉദ്ദേശം എന്താണ്? ഈഫിൽ ടവറിൽ പോയിട്ട് ഒരു ഫോട്ടോ മതിയോ? 10 ഫോട്ടോ എടുക്കാം. 10 എടുത്തരുള്ളൂ. ഇവനാണ് എന്റെ ഇന്നത്തെ ഫോട്ടോഗ്രാഫർ. ആദിത്യനൊരു ഹായ് പറഞ്ഞേ. ഹായ് ഗായ്സ്. ഇപ്പൊ നമ്മൾ പാസ് ചെയ്യുന്ന സ്ട്രീറ്റിന്റെ പേരെന്താ? മ്യൂസിക് മെക്കോൻ. ഓക്കെ, ഇവിടെ എന്താണ് റൈറ്റ് സൈഡില്? ഇവിടെ റൈറ്റ് സൈഡില് ഇതൊരു മാർക്കറ്റാണ്. മാർക്കറ്റ് നമ്മൾ എന്താ പറയാ? മാർക്കറ്റിൽ ഫ്രഞ്ചിൽ നമ്മൾ മാർഷേ എന്ന് പറയും. ഓക്കെ, മാർഷേ. ഞാൻ അങ്ങനെ മേഴ്സി കഴിഞ്ഞ് അടുത്തൊരു ഫ്രഞ്ച് വേർഡ് പഠിച്ചു, മാർഷേ. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങാൻ വരാ? എന്താണ് ഓഫർ ഉള്ളത്? ഇവിടുന്ന് മെയിൻ ആയിട്ട് സാധനങ്ങൾ വേണ്ടത് അവളാണ്. ഓക്കെ, അമൃത കമോൺ. അമൃത, മാർഷിൽ നമുക്ക് എന്തൊക്കെ കിട്ടാ? ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടും, വെജിറ്റബിൾസ് കിട്ടും, പിന്നെ ഫിഷ്, മീറ്റ്, ഫിഷ്, അങ്ങനത്തെ എല്ലാ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ. അത് സാറ്റർഡേ സൺഡേസിലാണ് മിക്ക. അല്ലല്ല, ബുധനും ശനിയാഴ്ചയും. ബുധനും ശനിയാഴ്ചയും നമുക്ക് വിലക്കുറവിന് സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ മ്യൂസിക് മക്കാലിലുള്ള മാർഷയിൽ പോയാൽ സാധനം റെഡി. ഓക്കെ. ഓ, ഇവൻ എന്തോ പറഞ്ഞു. എന്താണ്? മ്യൂസിക് മെക്കോയിൽ മാത്രമല്ല മാർഷയുള്ളത്, ഈ പാരീസില് പല ഇടങ്ങളിലായിട്ട് മാർഷയുണ്ട്. എല്ലായിടത്തും മാർഷ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് എല്ലായിടത്തും ഉണ്ട്. അതന്നെ, എല്ലായിടത്തും സെയിം തന്നെ. ബുധനാഴ്ച ശനിയാഴ്ച വിലക്കുറവിന് സാധനങ്ങൾ കിട്ടും. ആലോപ്പുല എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു മെയിൻ ഫുഡാണ്. ഇവിടെ എന്താ ആലോപ്പുല? ഇത് ഇവിടുത്തെ മെയിൻ ഫുഡാ? മെയിൻ ഫുഡല്ല, വിലക്കുറവിൽ. വിലക്കുറവിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട്, സ്റ്റുഡൻസിന് അഫോർഡബിൾ ആയിട്ട് എവിടെ ഫുഡ് വാങ്ങിക്കാം. ഷോപ്പിന്റെ പേരെന്താ? ആലപ്പുല. ഫുഡ് എന്തൊക്കെയാ നിങ്ങൾ അവിടെ ഉണ്ടാവാ? നിങ്ങൾ എന്തൊക്കെയാ കഴിക്കാറ്? അവിടെ റൈസ് ഉണ്ട്, പിന്നെ ചിക്കൻ. റൈസും ചിക്കനും ആണ് മെയിൻ. ഓക്കെ, അപ്പൊ ചോറും ചിക്കനും കഴിക്കാൻ ആഗ്രഹമുള്ളവർ എവിടെ പോണം? ആലപ്പുല. ഓ, ഇപ്പൊ അങ്ങനെ ഒരു പേര്. നമ്മുടെ അവിടെ ഇന്ത്യൻസ് ആണോ? അറബി. ഓ, ഓക്കെ. ഓക്കെ, നമ്മള് ഈ ഒരു ഷോപ്പിൽ പോവാണ്. ക്ലോത്തിങ് സ്റ്റോർ ആണ്. നമ്മളിപ്പോ ഒരു ക്ലോത്തിങ് സ്റ്റോറിൽ വന്നേക്കാണ്. ഇവിടെ കുറെ കളക്ഷൻ ഒക്കെ ഉണ്ടെന്നാണ് പറയണേ. കുറവിന് സാധനങ്ങളൊക്കെ കിട്ടും. ഞാൻ കട കാണിച്ചു തരാം. 15 യൂറോക്ക് ചെരുപ്പുകളുണ്ട്, 20 യൂറോക്ക് ജാക്കറ്റ് ഒക്കെ ഉണ്ട്, പിന്നെ 5 യൂറോ ഉള്ളൂ. ഇത് കിഡ്സിന്റെ സെക്ഷൻ ആവും. 3 യൂറോക്കൊക്കെ സാധനങ്ങളുണ്ട്. പിന്നെ ജാക്കറ്റൊക്കെ നമുക്ക് 20 യൂറോ. നല്ല ജാക്കറ്റുകളാണ്. പിന്നെ പഫേഴ്സൊക്കെ 30 യൂറോ. നമ്മൾ ടവറെത്തി ഗൈസ്. എവിടെയാണ്? 5 യൂറോ. നിങ്ങൾക്ക് ഇവിടെ കണ്ട് എന്താ തോന്നണേ? കണ്ട് ബോറടിക്കുന്നു. അമൃതയ്ക്കോ? നിങ്ങൾ ഇതിനെന്താ പറയാറ്? ഈഫിൽ ടവർ. പക്ഷെ നിങ്ങളുടെ ഭാഷയിൽ, നമ്മുടെ മലയാളത്തിൽ ഐഫൽ. എന്ത് കമ്പി? കത്തട കമ്പി.
കത്തണ കമ്പിയാ. നാട്ടിലെ അത് നടക്കണ രീതി രസമുണ്ട്. ഫോക്കസ് അമൃത, സിറി ഫോക്കസ് അമൃത പ്ലീസ്. ഹേ സിറി, യാ ഫോക്കസ് ചെയ്തു. നമ്മളിവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിൽ പോവാണ്. ഈഫൽ ടവറിന്റെ മുമ്പിൽ തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. Eiffel Tower is here. ഒളിമ്പിക്സിന്റെ ഇനാഗ്രേഷൻ നടന്ന സ്ഥലം ഏതാണ് അമൃതേ? ഇത്. സോ ഇവിടെയാണ്. ആ ട്രീസിന്റെ അവിടെ അല്ലേ? ഇല്ല, സെന്റർ. ഇവിടെ ഒരു കട എനിക്ക് എടി ഇവിടുന്ന് ഏതെങ്കിലും ഇത് കയറാവോ നോക്കിയേ.